അടയ്ക്കാത്തോണ്ട് KCBയിലെ മാമന്മാര് വന്ന് ഫീസ് ഊരി വെച്ചിട്ട് പോകും. മോളെങ്ങനെ പഠിക്കുന്നതൊക്കെ? അപ്പം രാത്രി വിളക്ക് കത്തിച്ച് വെക്കും. അച്ഛന് 2 പ്രാവശ്യം അറ്റാക്ക് വന്ന ഈ ഗുളിക വാങ്ങിക്കാൻ 1700 രൂപ വേണം. വിറയില്ല. ഇത് കഴിക്കാതിരുന്ന ഭയങ്കര വിറക്കും. ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, കാര്യം പറയാൻ പറ്റത്തില്ല. അങ്ങ് വിട്ടു വരും കാര്യം പറയും. എപ്പോഴൊന്നും ശരത്തില്ല. കരയാതണ്ണ, നമുക്ക് ഗുളിക നമുക്ക് മേടിക്കാം. അതെണ്ണ വിഷമിക്കേ വേണ്ട. ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ഈ ഒരു ബോട്ടിൽ മരുന്നിന്റെ വില എന്ന് പറഞ്ഞാൽ 1700 രൂപയാണ്. ഇവരെ കൊണ്ട് മേടിക്കാൻ യാതൊരു നിവൃത്തി. ഈ ഒരു മരുന്ന് മേടിച്ചു കൊടുക്കാൻ ഈ ചേട്ടനെ ഒന്ന് സഹായിക്കണേ. ഒരാഴ്ച കൊണ്ട് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഇരുട്ടാ. ചേച്ചി ഇപ്പൊ എത്ര ദിവസമായി കറണ്ട് കട്ട് ചെയ്തിട്ട്? ഒരാഴ്ച. ബില്ലടയ്ക്കാൻ പോലും പൈസ ഇല്ല. ഈ ജോലിക്ക് പോകാൻ പറ്റാത്തത്. ഞാനിപ്പോൾ ഉള്ളത് കൊട്ടാരക്കരയ്ക്കടുത്ത് വെളിയം പടിഞ്ഞാറ്റിങ്കര എന്ന് പറഞ്ഞ സ്ഥലമാണ്. ചേട്ടാ എല്ലാ ജോലിക്കും പോയി അധ്വാനിച്ച് കുടുംബം നോക്കിയിരുന്ന ഒരു മനുഷ്യനാണ്. പെട്ടെന്ന് 2 അറ്റാക്ക് വന്നു. അതിനുശേഷം തൈറോയിഡും കൂടെ ഇയാണെന്ന് സംഭവിച്ചു. ഞാൻ എപ്പോഴും ഇരുന്ന് വിറയിലാണ്. ഈ വിറയലിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു മരുന്ന് കഴിക്കാൻ പറ്റാത്തതാണ്. മരുന്ന് മേടിക്കാൻ യാതൊരു നിവൃത്തിയില്ല. സത്യം പറഞ്ഞാൽ ഞാനൊരു ദിവസം വീട്ടിലിരിക്കുമ്പം ഈ മോളാണ് എന്നെ വിളിക്കുന്നത്. ചേട്ടാ എൻ്റെ അച്ഛന് ഗുളിക വാങ്ങാൻ വീട്ടിൽ കറണ്ടില്ല, ഒന്ന് വരുമോ ഞങ്ങളുടെ വീട് വരെ എന്ന് പറഞ്ഞിട്ട് മോളാണ് എന്നെ ഒരു ദിവസം ഫോണിൽ വിളിക്കുന്നത്. അങ്ങനെയാണ് ഞാനിവിടെ എത്തുന്നത്. ആഹാരം കഴിക്കാൻ പോലും പാടാ ആ സമയത്ത് ആ വിറയിൽ വരുമ്പോൾ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കും. പല പ്രാവശ്യം ബോധമില്ലാതെ വന്നിട്ടുണ്ട്.